മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൻ്റെ ഏറ്റവും പവർഫുൾ മൊമെന്റാണ് ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്നത്. ഈ 10ന്റെ അവസാന സമയം അള്ളാഹു അവന്റെ കാരുണ്യം നമുക്ക് വാരിക്കോരി പെരുമഴത്തായി നൽകാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ അർഹംനാ യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ അർഹംനാ യാ അർഹമർ റഹീമീൻ. പടച്ചോനെ, പാവങ്ങളും പാപികളുമായി ഞങ്ങൾക്ക് നിന്റെ റഹ്മത്തിനെ ഇഷ്ടം പോലെ പ്രദാനം ചെയ്യണേ അല്ലാഹ്. റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ പൊതിയണേ അല്ലാഹ്. റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ നിറക്കണേ അല്ലാഹ്. വിശ്വവിഖ്യാത ഹദീസ് ഗ്രന്ഥങ്ങളൊക്കെ ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. ഒരു വാപ്പ മരിക്കാൻ നേരത്ത് മക്കളോട് വസിയത്ത് ചെയ്തു, ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്നെ കരിച്ച് കളയണം. സഹീഹായ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുള്ള സംഭവം. അങ്ങനെ വാപ്പാന്റെ വസിയത്തല്ലേ, മരിച്ചപ്പോ മക്കളൊക്കെ കരിച്ച് ഭസ്മമാക്കി കളഞ്ഞു. പക്ഷേ ഇലാഹായ റബ്ബുൽ ആലമീൻ, സിർത്താവായ അല്ലാഹു ഫജമഅഹു, ആ ഭസ്മവും ആ പൊടിയും ഒക്കെ ഉപയോഗിച്ച് വീണ്ടും ഒരുമിച്ച് കൂട്ടി അയാളെ വീണ്ടും സൃഷ്ടിച്ചെടുത്തു. എന്നിട്ട് അയാളോട് ചോദിച്ചു, എന്തിനാണ് മക്കളോട് ഇങ്ങനൊക്കെ ചെയ്യാൻ പറഞ്ഞത്? അയാൾ പറഞ്ഞു, മിൻ ഖശിയതിക യാ അല്ലാഹ്, അബ്ബേ തെറ്റുപറ്റിപ്പോയിരുന്നു, കുറ്റങ്ങൾ ഒരുപാട് ചെയ്തിരുന്നു. നിന്റെ അടുക്കൽ വന്നിട്ട് എങ്ങനെ ഞാൻ ഉത്തരം പറയുന്നു പേടിച്ച് നിനക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ എന്നെ കരിച്ചു കളയാൻ പറഞ്ഞത്. അയാൾ ഉത്തരം, മിൻ ഖശിയതിക, അല്ലാഹ് എനിക്ക് നിന്നോടുള്ള പേടി കൊണ്ടായിരുന്നു. അല്ലാഹു അയാളോട് പറയാണ്, നിനക്കുള്ള പേടി കൊണ്ടല്ലേ നിന്നെ കരിക്കാൻ പറഞ്ഞത്, അള്ളാഹു നിനക്കെല്ലാം ഓർത്തു തന്നിരിക്കുന്നു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മിനിമം നമുക്കത് വേണം. തെറ്റ് വരും, കുറ്റം വരും, അപരാധം വരും. പക്ഷേ ഇലാഹായ റബ്ബുൽ ആലമീന്റെ മുമ്പിൽ ഉത്തരം പറയണമെന്ന ഒരു ഭയം അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതൊരു പരമമായ സത്യമല്ലേ. മുസബ്ബിബുൽ അസ്ബാബ്. ഈ മൈക്കിലൂടെ ഒച്ച വരുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് ഈ മൈക്ക് ഉണ്ടാക്കിയ ഒരാളുണ്ട് എന്നുള്ളത് അല്ലേ. അതൊരു പരമമായ സത്യമല്ലേ. അല്ലാഹു ചോദിക്കുന്നില്ലേ, നിങ്ങൾക്ക് ശക്കുണ്ടോ, സംശയം? ഈ ആകാശവും ഭൂമിയൊക്കെ കണ്ടിട്ട് ഇതുണ്ടാക്കിയ ഒരാളുണ്ട് എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടോ? മൈക്ക് കണ്ടപ്പോ അതിനൊരാളുണ്ട് നിങ്ങൾ സമ്മതിച്ചു. ഈ മിമ്പർ ഇവിടെ കാണുന്നുണ്ടെങ്കിൽ അതുണ്ട്, ഒരാൾ നിങ്ങളെ സമ്മതിക്കുന്നുണ്ട്. ഈ പള്ളി ഇവിടെ ഉണ്ടെങ്കിൽ ഇതിനെ നിർമ്മിച്ച ഒരാളുണ്ട് എന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ കാണുന്ന ആകാശവും ഭൂമിയും ഒക്കെ ഉണ്ടാക്കിയ ഒരുത്തനുണ്ടോ എന്നതിലാണോ സംശയം? അല്ലാഹു നമുക്ക് യഖീൻ പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു നമ്മളെ ഈമാൻ കൂട്ടി തരട്ടെ. അല്ലാഹു നമുക്ക് വർദ്ധിതമായ ഈമാൻ, അങ്ങനെ അല്ലാഹുവിനെ കാണുന്നത് പോലെയുള്ള ഈമാൻ, അതൊരു പൈശാചികമാണ്. ഹവ്വല റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. ഇടയ്ക്ക് ഇങ്ങനെ പറയും, നാഫഖ ഹവ്വല, നാഫഖ ഹവ്വല. ഹവ്വല മുനാഫിക്കായിട്ടുണ്ട് കേട്ടോ. ഹവ്വല കപടനായി പോയിട്ടുണ്ട്. കേട്ട സിദ്ദീഖ് തങ്ങൾ കയ്യും പിടിച്ചിട്ട് റസൂലുള്ളാഹിന്റെ അടുക്കൽ കൊണ്ടുവന്നു. റസൂലേ, നാഫഖ ഹവ്വല, ഹവ്വല മുനാഫിക്കായിട്ടുണ്ട്. അതെന്താ ഹവ്വല അങ്ങനെ പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അപ്പൊ ഹവ്വല പറഞ്ഞു, റസൂലേ, നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് നിങ്ങളെ സദസ്സിന് നിങ്ങളെ ക്ലാസ്സൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് സ്വർഗ്ഗവും നരകമൊക്കെ കാണുന്നത് പോലെയാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാലോ ഇതെല്ലാം മറന്നു പോവുകയാണ്. യാ റസൂലല്ലാഹ്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന സദസ്സിലുണ്ടാകുന്ന ഈമാൻ നിങ്ങൾക്ക് പുറത്തു പോയാൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ മലായികത്തുകൾ വന്നിട്ട് നിങ്ങൾക്ക് കൈ തന്ന് സലാം പറയുന്ന അവസ്ഥ ഉണ്ടാകുമായിരുന്നു. പക്ഷേ ചില സമയത്ത് നമ്മുടെ ഈമാനുകളെ കൂടും, ചില സമയത്ത് അതങ്ങനെ കുറയും. അത് മാനുഷികമാണ്. കാരണം ഉള്ളിൽ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ദഅവത്ത് നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അവന്റെ ഏറ്റവും വലിയ ദഅവത്ത് എന്താണ്?
കുഫ്ർ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. Does the God exist? ഒരു ദൈവം നിലനിൽക്കും? ഇതിങ്ങനെ ചോദിക്കാം. ആ ഒരു കൃത്യമായ ഉത്തരത്തിലേക്ക് ഈ മൈക്ക് സൃഷ്ടിച്ച ഒരാളുണ്ടെങ്കിൽ, ഈ പള്ളി സൃഷ്ടിച്ച ഒരാളുണ്ടെങ്കിൽ, നമ്മൾ ധരിക്കുന്ന ചെരുപ്പ് ഉണ്ടാക്കിയ ഒരാളുണ്ടെങ്കിൽ, ഈ കാണുന്ന കോസ്മോസ്, ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കിയ ഒരാളുണ്ടെന്ന് വിശ്വസിക്കാൻ ഇത്ര പണി. ആ ബോധമുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് വരും ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ അല്ലാഹ് എന്ന ബോധം വന്നാലോ മിൻ ഖശിയത്തി, അതാണ് ഞാൻ പറഞ്ഞത്, മുമ്പ് പറഞ്ഞു വെച്ച സംഭവം. നമുക്ക് അല്ലാഹുവിന്റെ അടുക്കലേക്ക് പോകണല്ലോ, അല്ലാഹുവിന്റെ ഹിസാബ് നേരിടണല്ലോ, അല്ലാഹുവിനെ കണ്ടുമുട്ടണല്ലോ എന്ന ഭയം. ആ ഭയമുണ്ടെങ്കിൽ അല്ലാഹ് എല്ലാം പുറത്തൊരു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ ഏറ്റവും മധുരമായ അനുഭവം ദിക്റുല്ലാഹ്, അല്ലാഹുവിനെ ഓർക്കലാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിനെ ഓർക്കുമ്പോൾ എല്ലാ ടെൻഷനും ഫ്രീ ആയി പോകും, എല്ലാ പ്രയാസങ്ങളും തരണം ചെയ്തു പോകും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒറ്റക്ക് കിടക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ശത്രു വന്നിട്ട് ചോദിച്ചില്ല, വാളും പിടിച്ചിട്ട്, ആരാ മുഹമ്മദേ നിന്നെ കാക്കുക, ഞാൻ നിന്നെ വെട്ടാൻ പോവുകയാണ്. അല്ലാഹു അല്ലാഹ്, അല്ലാഹു അല്ലാഹ്, അല്ലാഹു അല്ലാഹ്. ആ ശത്രുവിനെ ഹബീബിന്റെ ലോകത്തിൽ തൊടാൻ കഴിയില്ല. ആ യഖീൻ അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു പ്രതീക്ഷയാണ്, പിന്നെ അതൊരു ഉറപ്പാണ്, പിന്നെ ലോകത്തെ ഏറ്റവും വലിയ സന്തോഷവും അതാണ്. അല്ലാഹു ആ ഉറപ്പും സന്തോഷവും അല്ലാഹുവിനെ ഓർത്തുള്ള മനോഹരമായ ജീവിതവും നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു വിശുദ്ധമായ റമദാൻ നമുക്ക് അനുകൂലമാക്കി തരട്ടെ. നമ്മിൽ നിന്നും മരിച്ചവർക്കൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. നമുക്കൊക്കെ ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി പടച്ച റബ്ബിന്റെ പൊരുത്തത്തിലായി നൽകട്ടെ. വാഖിറു ദഅവതി വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.